സാറ് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് സാറിന് കുറേ സംശയം ഉണ്ടായിരുന്നല്ലോ. ഈ ഷീറ്റിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ, അതേപോലെ തന്നെ മഴ വരുമ്പോൾ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങുമോ എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതെ, ഞങ്ങൾക്കൊക്കെ തന്നെ ഇത് വളരെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു പാനലുകൾ ഷീറ്റിൻ്റെ മുകളിൽ സ്ഥാപിക്കുമ്പോൾ നമുക്കിത് ചോർച്ചയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മുകളിൽ കയറി നമുക്കതിലൂടെ വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു സംശയം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി. നമുക്കിത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് വളരെ ഭംഗിയായിട്ട് നമുക്കിതിലൂടെ ഈ വാർക്കയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഷീറ്റിൻ്റെ ഈ ചുറ്റും സഞ്ചരിക്കാനും, അതുപോലെ തന്നെ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഷീറ്റിലൂടെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഒരു ലീക്കോ മറ്റു കാര്യങ്ങളൊന്നും തന്നെയും നമുക്കിത് കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായ മഴയുണ്ടായി. പക്ഷെ നമ്മളപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നമുക്കിതിനകത്ത് ഈ ഷീറ്റിൽ യാതൊരുവിധ കേടുപാടുകളും പറ്റാതെ തന്നെ ഇത് വളരെ ഭംഗിയായിട്ടാണ് ഇവരിത് വളരെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ ഏത് വീട്ടിലായാലും വളരെ വൃത്തിയായിട്ട് ഈ വാർക്കയുടെ മുകളിലുള്ള ഷീറ്റിൽ തന്നെ നമുക്ക് ഈ സോളാർ പാനലുകൾ വളരെ സിമ്പിളായി തന്നെ സ്ഥാപിക്കാനും അതുവഴി നമുക്ക് നല്ല രീതിയിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറിന് എന്തായാലും ഒരു 30,000 രൂപ ബില്ല് വരുന്നു എന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് സാറിന് എന്തായാലും ഇനി വരുന്ന മാസങ്ങളിൽ അത് വളരെ ചെറിയൊരു എമൗണ്ട്, ഒരു KSEBയുടെ ഒരു റീഡിംഗ് ചാർജ് മാത്രമായിട്ട് എന്തായാലും മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്.